വളരെ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് ഓണിയൻ റിങ്സ്. ഇവിടെ ഞാൻ ഓണിയൻ റിങ്സിൻ്റെ ഇടയിൽ ചീസ് കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നോർമൽ ഓണിയൻ റിങ്സ് ചെയ്യുന്നതിനേക്കാട്ടിലും കൂടുതൽ സമയം നമുക്കിതിന് ആവശ്യമാണ്. നോർമലായിട്ടുള്ള ഓണിയൻ റിങ്സും ഞാൻ ഇതോടൊപ്പം ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ യൂസ് ചെയ്തത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസിൽ വളരെ ടേസ്റ്റി ആയിട്ടും ക്രിപ്സി ആയിട്ടും നമുക്ക് ഓണിയൻ റിങ്സ് തയ്യാറാക്കാം. അപ്പോൾ ഇൻട്രോ കണ്ടതിന് ശേഷം നേരെ നമുക്ക് ഈ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. നേരെ ഇൻട്രോയിലേക്ക്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ നിങ്ങൾ തമ്മിൽ കാണുന്നതിലൂടെ തന്നെ ഓണിയൻ റിങ്സ് ആണ്. അപ്പോൾ ഞാനവിടെ ചെയ്തിരിക്കുന്നത് നോർമലായിട്ടുള്ള റിങ്സ് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ചീസ് കൂടെ ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ചീസ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് സോഫ്റ്റ് ആയിട്ടുള്ള ചീസ് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മൊസറല്ല ചീസാണ്. അതാണ് നമുക്ക് കൂടുതൽ ബെൻഡ് ചെയ്ത് ഓണിയൻ റിങ്സിനകത്ത് വെക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇന്ന് നമ്മുടെ കൂടെ ഒരു ചെറിയൊരു കുട്ടി ഷെഫ് കൂടെ ഉണ്ട്. കുഞ്ഞു, ഹായ്. എന്താണ് നമ്മൾ ഇന്നത്തെ റെസിപ്പി? എന്താണ്? ഓണിയൻ റിങ്സാ. അപ്പോൾ ഇൻട്രോ പറഞ്ഞു, വെൽക്കം ചെയ്തോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞില്ല. എല്ലാവർക്കും വീഡിയോക്ക് ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇനി ഇൻട്രോ പറയാൻ പുതിയ ആളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് വിശ്വസിക്കുന്നു. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ഓണിയൻ ആണ്. നമുക്ക് സാധാരണ സവാളയും യൂസ് ചെയ്യാം, പക്ഷേ അതിനകത്തുള്ളൊരു പ്രശ്നം, നല്ല റൗണ്ട് സവാള അല്ലെന്നുണ്ടെങ്കിൽ അകത്തെ ഈ ചുറ്റ് കൂടുതലായിരിക്കും സവാളയ്ക്ക്. അതുകൊണ്ട് നമുക്ക് റിങ്സ് കുറച്ച് മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ. അതുമല്ല, കറക്റ്റ് സർക്കിൾ നമുക്ക് റിങ്സ് കിട്ടത്തുമില്ല. പക്ഷേ വൈറ്റ് ഓണിയനകത്ത് ഈ ഒരു പ്രശ്നം വരുന്നില്ല. നല്ല രീതിയിലുള്ള ഓണിയൻ റിങ്സ് നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടും. സാധാ സവാളയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലത് നോക്കി നമ്മൾ റിങ്സ് പരമാവധി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിനിയും ഓണിയൻ റിങ്സ് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഏകദേശം ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള ഉള്ളി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തുള്ള റിങ്സ് ഒന്ന് ഇളക്കിയെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചീസ് കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ റിങ്സ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള റിങ്സുകളെല്ലാം നമ്മൾ നോക്കി റെഡിയാക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് റിങ്സിനകത്ത് വെക്കാനുള്ള ചീസ് കട്ട് ചെയ്തെടുക്കാം. ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ചീസ് മാത്രമേ നമുക്ക് ബെൻഡ് ചെയ്ത് റിങ്ങിനകത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മൊസറല്ല ചീസാണ്. എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഈ കട്ട് ചെയ്യുന്നത് ഞാൻ റിങ്സിൻ്റെ അളവ് വെച്ചിട്ടാണ്. ഇതാ ചെറുതും വലുതുമായിട്ട് ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ റിങ്സ് സെറ്റ് ചെയ്യേണ്ടത്. എന്നിട്ടാണ് നമ്മൾ ചീസ് ഇതിൻ്റെ ഗ്യാപ്പിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകം ചീസ് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഗ്യാപ്പ് മനസ്സിലാക്കിക്കൊണ്ട് വേണം ചീസിൻ്റെ സൈസ് കട്ട് ചെയ്യാൻ. ഇനി നമുക്ക് റിങ്സിൻ്റെ ഇടയിലേക്ക് ചീസ് ഫില്ല് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നോർമൽ ഓണിയൻ റിങ്സ് ചെയ്തെടുക്കുന്ന സമയത്തേക്കാട്ടിൽ കൂടുതൽ കുറച്ച് സമയം നമുക്കിതിന് ആവശ്യം വരും. കാരണം നമ്മൾ എല്ലാത്തിൻ്റെ ഇടയിൽ ചീസ് നല്ല രീതിയിൽ ഫില്ല് ചെയ്യണം. നമ്മുടെ ആവശ്യാനുസരണം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റിങ്ങിലേക്ക് ചീസ് കൂടെ ഫില്ല് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാനും.
ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒണിയൻ റിങ്സിൻ്റെ ഗ്യാപ്പും ചീസിൻ്റെ സൈസും ഏകദേശം സെയിം ആയിരിക്കണം. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ ചീസ് ഫില്ലഡ് റിങ്സ് റെഡി ആയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നോർമലായിട്ടുള്ള സവാളയും അരിഞ്ഞ് റിങ്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് റെഡിയാക്കാം. അതിനുവേണ്ടി നമ്മുടെ നോർമൽ ബ്രെഡ് തന്നെ പാനിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. കരിഞ്ഞു പോകരുത്, ചെറിയ രീതിയിലൊന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതിയാവും. ചൂടാക്കാതെ നമുക്ക് ബ്രെഡ് പൊടിച്ചെടുക്കാം. പക്ഷേ കുറച്ചുകൂടെ ക്രിപ്സി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. നമ്മളെടുത്ത റിങ്സിൻ്റെ അളവനുസരിച്ചിട്ട് ബ്രെഡ് കൂടെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു 5-6 ബ്രെഡോളം എടുത്തിട്ടുണ്ട്. അതിന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ബ്രെഡ് ക്രംസ് തന്നെ വേണമെന്നില്ല, റസ്കിൻ്റെ പൊടിയും നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ബ്രെഡ് ക്രംസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 1.5 കപ്പ് ഏകദേശം 250 ഗ്രാമോളം മൈദ എടുക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 85 ഗ്രാമോളം കോൺഫ്ലവർ ആണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അതോടൊപ്പം തന്നെ കുരുമുളക് പൊടി ചെറുതായിട്ടുള്ളൊരു ക്രഷും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ചിലർ മുളക് പൊടി അതോടൊപ്പം തന്നെ ഗാർലിക് പൗഡറൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ഞാൻ അതൊന്നും ആഡ് ചെയ്യാതെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം കോൺഫ്ലവർ ഇല്ല അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരം അരിപ്പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതുപോലെ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിടുക. ഇനി നമുക്കിത് തണുത്ത വെള്ളത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ തണുത്ത വെള്ളം കുറച്ച് ഒഴിച്ച് ഇളക്കിയെടുക്കുന്നുണ്ട്. ഒത്തിരി വെള്ളം ഒഴിക്കാതെ കുറച്ച് മാത്രം ഒഴിച്ച് നമ്മൾ പരുവപ്പെടുത്തി എടുക്കണം. ഇത് അതുപോലെ തന്നെ മാവിൻ്റെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇളക്കി പൊടിച്ചിട്ട് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കത് വേണ്ടത്. ഇനി നമ്മൾ ചീസ് ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന റിങ്സ് ഇതിലേക്ക് മുക്കിയെടുക്കാം. മാവ് ഒത്തിരി റിങ്സിൽ വേണമെന്നില്ല, നമുക്ക് അത്യാവശ്യം ക്രംസ് പറ്റി പിടിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാവ് മതിയാവും. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ചീസ് ഫില്ല് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്രംസ് വെച്ച് നല്ല തിക്നെസ്സിലാക്കി എടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചീസ് ഉരുകി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചീസ് ഫില്ല് ചെയ്തിട്ടാണ് റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചീസ് കവറാത്തക്ക രീതിയിൽ ക്രംസ് വെച്ച് ഫില്ല് ചെയ്യണം. നമ്മുടെ ആവശ്യാനുസരണം 1-2 തവണ ബാറ്ററിൽ മുക്കിയിട്ട് നമ്മുടെ ക്രംസ് ഈ റിങ്സിൽ പിടിപ്പിച്ചെടുക്കാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഒരു സൈസിലെങ്കിലും നമ്മുടെ ചീസ് റിങ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ചീസ് വെച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2-3 തവണയെങ്കിലും നമ്മൾ ബാറ്ററിനകത്ത് മുക്കിയിട്ട് ക്രംസ് നല്ല പോലെ തന്നെ പിടിപ്പിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാൻ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കേണ്ട പോയിന്റ് തന്നെയാണ്. ഇത് നമ്മുടെ നോർമലായിട്ടുള്ള റിങ്സ് ആണ്. സാധാരണ ഒണിയനും അതോടൊപ്പം തന്നെ വൈറ്റ് ഒണിയനും ഉണ്ട്. അത് ഒറ്റ തവണ തന്നെ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് ക്രംസ് ആഡ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇത് ചീസ് ഗ്യാപ്പിൽ ഫിൽ ചെയ്തിട്ടുള്ള റിങ്സ് ആണ്. അപ്പോൾ ഇതിന് ഈ ഒരു സൈസ് ഉണ്ടാവും. അത് പ്രത്യേകം നോക്കി തന്നെ നിങ്ങളും ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാനിലോ പാത്രത്തിലോ നമുക്ക് ഓയിൽ ആഡ് ചെയ്യാം. എണ്ണ നല്ല രീതിയിൽ തന്നെ ചൂടായതിനു ശേഷം നമുക്ക് റിങ്സ് ആഡ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കരിഞ്ഞു പോകരുത്. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് തന്നെ മാറ്റിയെടുക്കണം. ഞാനിവിടെ ചെറിയ പാനായതുകൊണ്ട് ഓരോന്നിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പാത്രത്തിൻ്റെ അളവനുസരിച്ചിട്ട് 1, 2, 3 ഒക്കെ നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ കരിഞ്ഞു പോകാതെ പെട്ടെന്ന് എടുക്കാനും ശ്രദ്ധിക്കണം. ഇതാ വ്യൂസ് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ ക്രിസ്പി ആയിട്ടുള്ളൊരു ഓണിയൻ റിങ്സ് ആണ് റെഡി ആയിരിക്കുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചൂടോടെ തന്നെ നമ്മളിത് സെർവ് ചെയ്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക. തണുത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു ക്രിസ്പിനെസ്സും ടേസ്റ്റും നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്തതിന് ശേഷം ഉടനെ ഫ്രൈ ചെയ്യണമെന്നില്ല. നമുക്കത് ഫ്രീസറിലൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നീട് നമുക്ക് ആവശ്യാനുസരണം ഫ്രൈ ചെയ്യാം.
ഞാനൊരു ചീസ് റിങ്സ് നിങ്ങൾക്ക് വേണ്ടി കട്ട് ചെയ്ത് കാണിക്കാം. അതിൻ്റെ ക്രിസ്പിനെസ്സും അതിൻ്റെ ഉൾവശം എങ്ങനെ ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഓണിയൻ റിങ്സ് റെസിപ്പിയാണിത്. നമുക്കിത് ടൊമാറ്റോ കച്ചപ്പരും അതോടൊപ്പം തന്നെ മയോണൈസിൻ്റെ കൂടെയും സെർവ് ചെയ്യാം. ഈ റെസിപ്പിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും സജഷൻസും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റായിട്ട് തന്നെ അറിയിക്കാം. അതിനൊക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. മറ്റു നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ഫ്രം ജോജി ജോൺ, കുക്ക് ആൻഡ് സെർവ്, കേരള സ്റ്റൈൽ.